ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ മധുസൂദനൻ ഭയങ്കരമായിട്ട് രീതിയിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രവീന്ദ്രനെ. അപ്പം അച്ഛമ്മേത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നിനക്ക് നിനക്ക് നാണമില്ലേ? കാരണം നീ സോപ്പ് പൊട്ടി പോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ. കാരണം ഞാൻ കൊടുത്തത് ഡയമണ്ട് എനിക്ക് എത്ര രൂപ വരുമെന്നറിയുമോ? അല്ലെങ്കിലും നിന്നെപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൾച്ചറില്ലാത്ത ഫാമിലിയിലുള്ള ആണല്ലോ എൻ്റെ മോള് ഈ ബന്ധം എടുത്തത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രവീന്ദ്രനോട് പറയാം, രവീന്ദ്ര അച്ഛൻ പറ, നീ അങ്ങോട്ട് പോക്കോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയാം. ശരിയമ്മയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. രവീന്ദ്രൻ പോകും. അത് ഞാൻ പെട്ടെന്ന് മധുസൂദന് ഒരു കോൾ വരികയാണ്. മധുസൂദൻ കോൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുസൂദൻ ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുക, എന്നാ ചെയ്യാനാ, ഞാനിവിടെ മകളുടെ കല്യാണ ഫംഗ്ഷനിലാണ്. എന്നാ ചെയ്യാനാ, കല്യാണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനാണ്. അപ്പം എന്നാ ചെയ്യാനാ, ഒരു കൾച്ചറില്ലാത്ത ഫാമിലിയിലാണ് എൻ്റെ മകള് ബന്ധം എടുത്തേക്കുന്നത്. ഒരു പണമില്ല, ഒന്നുമില്ല, കാരണം നമ്മുടെ അത്ര ഒരു സ്റ്റാൻഡേർഡ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛമ്മ ബാക്കി കൂടെ വന്നിട്ട് മറ്റേ ഞാൻ പറഞ്ഞില്ല ഇന്ത്യൻ കുത്ത്, അതുപോലെ ആ രീതിയിൽ കൈ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഒറ്റ കുത്തും തൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കുത്തി കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റാച്ചു പോലെ നിൽക്കുക. കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് കയ്യിൽ ഫോൺ പിടിക്കും, വലത് കൈ ആണെങ്കിൽ ഒരു കേക്ക് ഇരിപ്പുണ്ട്, അതും പിടിച്ചുകൊണ്ട് നിൽക്കുക. അയ്യോ, ഒരു രക്ഷയില്ല, അവിടെ അനങ്ങാതെ നിൽപ്പാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ്. അത് അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ ശ്രീകാന്ത് വിളിച്ച് പറയും, നിങ്ങളെല്ലാം ഇത്ര രീതിയിൽ സഹകരിച്ചിട്ട് എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ സച്ചിയേട്ടൻ, എൻ്റെ ചേട്ടൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയേട്ടൻ വിളിച്ച് സച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. സച്ചി പാട്ട് പാടാൻ തുടങ്ങുകയാണ്. അതായത് ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി, ആ പാട്ടില്ലേ, ആ പാട്ടൊക്കെ പാടി നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട് തന്നെ രേവതി ചേച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നത്. രേവതിയും വന്ന് രണ്ടുപേരും ഗംഭീര പാട്ടും പെർഫോമൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെടുത്ത് സ്റ്റേജിൽ കടന്ന് ഭയങ്കര ഡാൻസാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും. അവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതിപ്പോൾ പക്ഷേ ഇതിനകത്ത് കണ്ടിട്ട് പിടിക്കാത്തത് നമ്മുടെ അറിയാലോ പതിപോലെ തന്നെ ശ്രുതിക്കും ചന്ദ്രമതിക്കുമാണ്. ബാക്കിയെല്ലാം ചന്ദ്രമതിയെ കാണിക്കുന്നില്ല, ശ്രുതിക്കാണ് പിടിക്കാതെ വരുന്നത്. ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളും, കൈയടിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാട്ടും ഡാൻസെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കൈയൊക്കെ അടിച്ച് വിടുന്നുണ്ട്. അതിങ്ങനെ അപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അച്ഛമ്മ വന്ന് പറയുന്നുണ്ട്, മക്കളെ നല്ല സൂപ്പർ പാട്ടാണ്, ഇപ്പോൾ സൂപ്പർ ഡാൻസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ മധുസൂദനെ തന്നെ ഭാര്യ അന്വേഷിക്കുന്നുണ്ട്, എന്തിയ ആളെന്തിയ, എൻ്റെ ഹസ്ബൻഡ് എന്തിയെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, അയ്യോ ഞാനവിടെ നിർത്തിയേക്കാണല്ലോ, ഒന്ന് എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്കും സ്റ്റാച്ചു പോലെ നിൽക്കുവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്താ ഇവിടെ നിൽക്കുന്നത്, ചേട്ടൻ എന്താ കാര്യം, എന്താ സ്റ്റാച്ചു പോലെ നിൽക്കാതെ പോയി, തന്നെ ഫോണും ഫോണും പിടിച്ചുകൊണ്ട് പോയി വല്ല കഴിക്കാൻ നോക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇയാൾ സ്റ്റാച്ചു പോലെ ഇയാളെ നിർത്തിയേക്കാമെന്ന് അറിയുന്നില്ലല്ലോ മറ്റൊരാൾക്ക്. അത് തന്നെ അച്ഛമ്മ വന്നിട്ട് ഇങ്ങനെ, അച്ഛമ്മ എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന് സച്ചിൻ്റെ രേവതിയും കൂടെ പുറകെ പോകും. സച്ചിൻ്റെ രേവതിയും പോകുന്ന നോക്കുമ്പോഴത്തേക്ക് ഇയാൾ സ്റ്റാച്ചു പോലെ നിൽക്കരുത്, ഇനി മേലെ എൻ്റെ കുടുംബത്തെ കളിച്ച് വെക്കരുത്, എൻ്റെ മക്കളെ നീ ആവശ്യമില്ലാതെ വേദനിപ്പിക്കരുതെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അച്ഛമ്മ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സച്ചിൻ്റെ രേവതി നോക്കി നിൽക്കുക ഈ ആ പ്രയോഗം തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നോർമലായിട്ട് പുള്ളി ഒന്നും മിണ്ടാതെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറകെ സച്ചിൻ രേവതി നിന്ന് ചോദിക്കുക, അച്ഛമ്മ ഇതെന്നെ കാണിച്ചു വെച്ചതെന്ന് ചോദിച്ചാൽ, അതെ മക്കളെ നീ ഇവിടെ ഇല്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ തന്നെ പ്രയോഗിച്ചതന്നെ, കാരണം നീ തന്നെ അടിച്ച് ഇല്ലാതാക്കിന്നെ. പുള്ളി വന്നപ്പോൾ തൊട്ട് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നാ ചെയ്യാൻ, അവനെ നമ്മളൊന്ന് മുൾമുനെ നിർത്തിയതാണ്. ഇനിയിപ്പം കുഴപ്പമില്ല, നീ ഒരു കാര്യം നീ കൈകാര്യം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണ്. ശരി അച്ഛമ്മയെന്ന് പറഞ്ഞു. അപ്പം അച്ഛമ്മ ഈ പ്രയോഗം എനിക്ക് എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്നാണ്. നിന്നെ പഠിപ്പിക്കത്തില്ല, അത് വേറൊരാളെ പഠിപ്പിക്കാം. അതാരെ വേറൊരാളെ? അത് എൻ്റെ രേവതി മോളെ പഠിപ്പിക്കുന്നു പറയുമ്പോഴത്തേക്ക് രേവതി ചിരിച്ചുകൊണ്ട് പറയണേ, അച്ഛമ്മ അത് നന്നായി, കാരണം എന്നെ പഠിപ്പിക്കുക, കാരണം ചിലർക്കിട്ട് എതിരെ കൊടുക്കുക. അതായത് സച്ചിനെ ഉദ്ദേശിക്കുമ്പോൾ പറയുകയാണ്, ചിലർക്കെതിരെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രേവതി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുക നമ്മുടെ ദേവുവിനാണ്. ദേവു ഒരു ഫോൺ വിളി, ദേവുവിന് ചെറിയൊരു ചുറ്റിക്കളിയുണ്ട്, ദേവു ഒരു ആളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ദേവു ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ദേവു പറയണേ,
നിങ്ങൾ എത്ര ദിവസം ഞാൻ വിളിക്കുന്നു, എത്ര ദിവസമായി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വരുന്നില്ലോ, എന്തായത് അവിടെ ഹോസ്പിറ്റലാണ്, തിരക്കുണ്ട്, അതുപോലെ നിങ്ങൾ തന്നെ വരുന്നില്ലേ, അപ്പം വരാമെന്ന് പറയുമ്പോഴത്തേക്കും മറുസൈഡിൽ നിന്ന് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് വരുവാണെങ്കിൽ നാളെ പാർക്കിൽ വന്നാൽ മതി. മാത്രമല്ല ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എൻ്റെ ചേച്ചി പൂ കിട്ടുന്ന ആളാണ്, അതുപോലെ ചേട്ടൻ ഡ്രൈവറാണ്. ഇവർ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ അവരുടെ പുറകെ അവർ വരുന്നുണ്ടോ നോക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ വിളിക്കുന്നുണ്ട്, ദേവേ വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം വിളിച്ച് പോയി കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് അതിനെ നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടും വർഷ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകാത്തതിന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം ഞാൻ അത്ര രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണല്ലോ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളതിങ്ങനെ പോകാത്തത് നന്നായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാത്തതുണ്ടെങ്കിൽ അവർ വിളിച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറയാം, അയ്യോ പോകാത്തത് നന്നായി, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ചന്ദ്രമതി ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് നമ്മളെല്ലാം ഇല്ലാതാക്കും. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി പോകാതിരുന്നാൽ നല്ലത്. ഇനിയിപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കരയേണ്ടി വരും. ഇപ്പം അമ്മയുടെ കരച്ചിലൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ അവരുടെ ഹംസമായിട്ടിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നിനക്കൊരു വിഷമമായിട്ട് തോന്നുന്നത് എനിക്കറിയാം. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് വലിയ വറിയിടാകേണ്ട ദേവു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ലക്ഷ്മിയും പറയുന്നുണ്ട്, എന്താണല്ലോ അവർ കാണിച്ചത് മോശമായിപ്പോയി, അച്ഛനും അമ്മ ഇരിക്കെ ഒളിച്ചോടി കല്യാണം കഴിച്ചത് മോശമായിപ്പോയി, അവരങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ തെറ്റ്, അതിനിപ്പോൾ എന്താ അവരങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് എന്താ തെറ്റ് എന്ന് ദേവി ചോദിക്കുമ്പോൾ പറയാം, ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കങ്ങനെ വല്ല പ്ലാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയമ്മ തന്നെ പറയുക, അതായത് അങ്ങനെ ഒരു ചളിപ്പായിട്ടുള്ളൊരു മുഖത്തോടെയാണ് അതായത് പേടിച്ചരണ്ട ഒരു മുഖത്തോടെയാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. അപ്പം ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എൻ്റെ മക്കൾ ഞങ്ങൾ പറയുന്നതനുസരിച്ചുള്ളൊരു ഫാമിലിയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പേടിക്കുന്നില്ല എന്ന് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്. അതോടനുബന്ധിച്ച് ദേവു എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇത് ഈ ബന്ധം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് അറിയാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന ചന്ദ്രോദയത്താണ്. ചന്ദ്രോദയത്തെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര കാലുവേദന, എന്നാ ചെയ്യും, എങ്ങനെ ചെയ്യും, കാരണം രാവിലെ ഡാൻസ് കളിച്ചല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രമതി എന്നാ പറയാൻ, നിൻ്റെ ഡാൻസ് നല്ലതായിരുന്നു പറയുമ്പോഴത്തേക്ക് അമ്മ എന്നെ കളിയാക്കിയതാണോ അല്ലെ ഒറിജിനലായിട്ട് പറഞ്ഞാണോ, എടി നീ ഈ പ്രായത്തിൽ പോലും ഇത്ര നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നതിന് നിന്നെ നല്ലതാണെന്ന് പറയാതെ ഞാൻ എന്നെ ചീത്തയാന്ന് പറയുന്നത്, നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അപ്പം രേവതി ഇച്ചിരി വെള്ളം അമ്മയെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയാം, രവീന്ദ്രൻ പറഞ്ഞ എന്തായാലും തൈലമൊക്കെ പുരട്ടി ആ വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ വർഷയും ശ്രീകാന്തും കടന്നു വരുന്നത്. വർഷയും ശ്രീകാന്തും കടന്നു വന്നിട്ട് പറയണേ, എന്താണ് ഈ ഒരു ചേച്ചി ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. എന്താ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുമെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫോണ്. ഈ ഫോണോ, അതെന്തിനാ ഈ ഫോണൊക്കെ തന്നെ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ചേച്ചി ഉപയോഗിച്ചോ അല്ലെങ്കിൽ സച്ചിയായിട്ട് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനാ ഞങ്ങൾക്ക് ഇതൊക്കെ തരുന്നത്, അല്ല ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റാണെന്നൊക്കെ പറയുകയാണ്. ഉടനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവക്കൊക്കെ എന്തിനാ, ഇവ പൂ കൂട്ടുന്നതല്ലോ, ഇവക്കെന്തിനാ ഇത്ര വലിയ ഫോണും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ അച്ഛൻ പറഞ്ഞ, നിനക്ക് ജോലിയൊന്നുമില്ല, അവൾക്ക് ജോലിയുണ്ട്, ആ ജോലിയുള്ളവളാണെന്ന് ഫോൺ യൂസ് ചെയ്തതിൽ തെറ്റില്ല, നീ എന്തിനാ അതിനെക്കുറിച്ച് വറീഡാകുന്നത്, അപ്പം നീ അതിനെക്കുറിച്ച് വറീഡാകണ്ട ചന്ദ്രമതി എന്നുള്ള രീതി പറയുകയാണ്. ഉടനെ ശ്രുതിയും നോക്കിയിട്ട് ഫോൺ മേടിച്ചു കൊടുക്കുന്ന ഒക്കെ പറയാം, പണിയൊന്നുമില്ലേ എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇവർ എന്ത് കാണിച്ചിട്ടാണ് ഈ ഫോൺ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുന്നത്, നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ പറയുമായിരുന്നു നല്ല ഫോണായിരുന്നു പറയുമായിരുന്നൊക്കെ പറഞ്ഞു. ഉടനെ ശ്രുതി അങ്ങോട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ അവരെ പോലെ നല്ലവരായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോണൊന്നും കിട്ടാത്തത്, അവർക്ക് ഫോൺ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയും, ശരിയാന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, എല്ലാവരും പറയും, നമുക്കത് ഇനി കിടക്കാം, എല്ലാവരും കിടക്കാം പൊക്കോ എന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തും പോവാണ്. അതുപോലെ ശ്രുതിയും കയറി പോവാണ്. അതുപോലെ സച്ചിൻ രേവതിയും പോവാണ്. ഉടനെ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട്, വാ നമുക്ക് പോയി കിടക്കാമെന്നുള്ള രീതി ചന്ദ്രമതി വിളിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ഫോൺ മേടിച്ചു കൊടുത്തല്ലോ രേവതിക്ക്, അതുകൊണ്ട് ഇനി ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി ആകെ വല്ലാണ്ട് ഇരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ
വർഷയും ശ്രീകാന്ത് കടക്കാൻ ഒരുക്കുമ്പോഴത്തേക്ക് നീ എന്തായാലും കാണിച്ച് മോശമായിപ്പോയി, നീ ഇന്ന് വന്നത് വളരെ മോശമായിപ്പോയി, നീ ഇനി ഈ എന്നാ ഇങ്ങനെ ചെയ്യരുത്, കാരണം എനിക്ക് അത് ഞാൻ ഓൾറെഡി സോറി പറഞ്ഞിരുന്നു, സോറി പറഞ്ഞിട്ട് കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നിരുന്നില്ല. അതെ, നീ ഇപ്പം കണ്ട പെൺപിള്ളേരൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഏതൊരു പെൺപിള്ളേർക്ക് അങ്ങനെ തോന്നുന്നു, അതെൻ്റെ കെട്ടിയവരങ്ങനെ വേറൊരു പെണ്ണിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിഷമം തോന്നും. നീ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ ശ്രീകാന്തെ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനത് അങ്ങനെ അല്ല, അത് തെറ്റായിട്ട് നീ ധരിച്ചല്ലേ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കിടക്കാമെന്ന് പറഞ്ഞ് വർഷം കിടക്കുവാണ്. അപ്പോൾ എനിക്കിനി ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു. ഒരു സിനിമ എടുത്ത് കാണാൻ വരുമ്പോഴത്തേക്ക് ആ സിനിമ കാണണ്ടെന്ന് പറയും. ഞാൻ കാണും എന്ന് പറയുമ്പോഴത്തേക്ക് അതെ, ആ സിനിമ കാണണ്ട, ഇതിൻ്റെ അത് അടിപിടി മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റോറി ഇല്ല, മാത്രമല്ല ശ്രീകാന്ത് പറയുമ്പോൾ അതെ, എനിക്കിങ്ങനെയുള്ള മസാലപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, നീ ഇത് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടായിക്കോണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമാണ്. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഫോൺ എന്നെ ലാപ്ടോപ്പ് പിടിച്ച് വാങ്ങുന്നു, പിന്നെയും എന്നാ ശ്രീകാന്ത് എടുക്കുന്നു, പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് ലാസ്റ്റ് തലയെണ്ണ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. ഈ ശ്രീകാന്ത് കാണിക്കുന്ന മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ലാസ്റ്റ് മടുത്ത് ശ്രീകാന്ത് കിടക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് തന്നെ പറയണേ, ഞാനേ ഇത് വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതെന്ന് പറയണം. അതിന് നീ വേണമെന്ന് പറഞ്ഞുണ്ടാക്കി ആ കല്യാണ ദിവസമായിട്ട് ഒരു അടി പോലും വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭാര്യ ഭർത്താവാടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് ഒരു റൊമാൻസോടെ തീരുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അതിന് വ്യൂവേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്ത് ചോദിക്കുന്നു. വൈകിട്ട് വരാനിരിക്കുന്ന സ്റ്റോറി നാളത്തെ കഥ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അറിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ പറയുന്ന സൈനിങ് ഓഫ്. താങ്ക് യു.